നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിൽ ബി.ജെ.പി. നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പുകളും തീരുമാനങ്ങളും ബി.ജെ.പിയിൽ നടക്കുമ്പോൾ യോഗി സർക്കാരിനെ അടിച്ചമർത്താനുള്ള കരുനീക്കങ്ങൾ നടക്കുകയാണ് മറ്റു പാർട്ടികൾക്കിടയിൽ. അതിന്റെ ഒരു ഭാഗമായിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റ്. യോഗി ആദിത്യനാഥ് സർക്കാരിനുള്ളിലെ ചേരിപ്പോരിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് ബി.ജെ.പിക്കെതിരെയുള്ള രൂക്ഷ വിമർശനവുമായി അഖിലേഷ് യാദവിന്റെ ഈ പോസ്റ്റ് എത്തിയത്. മൺസൂൺ ഓഫർ 100 പേരെ കൊണ്ടുവന്ന് സർക്കാർ രൂപീകരിക്കുക എന്നതാണ് പോസ്റ്റിൽ കുറിച്ചത്. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയ്ക്ക് യാദവ് നൽകിയ മുൻകാല ഓഫറിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ചുരുക്കം വാചകത്തിലുള്ള ഈ പോസ്റ്റ്. 100 MLA-മാരെ നേടി മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെന്നും എന്നാൽ ഇപ്പോൾ അപമാനിക്കപ്പെട്ടിട്ടും പാർട്ടിക്കൊപ്പമാണ് മുൻ ബി.ജെ.പി. മേധാവി നിൽക്കുന്നതെന്നും യാദവ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ പാർട്ടി സമ്മേളനത്തിൽ സർക്കാരിനേക്കാൾ വലിയ സംഘടന എന്ന വിവാദ പരാമർശത്തിന് ശേഷം രാഷ്ട്രീയ വൃത്തങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു സംഭവമായാണ് യാദവിന്റെ ഈ പോസ്റ്റിനെ കാണുന്നത്. അമിത വിശ്വാസം യു.പിയിൽ ബി.ജെ.പിക്ക് നഷ്ടമുണ്ടാക്കി എന്ന് യോഗി പറഞ്ഞതിനെ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന തരത്തിലാണ് യാദവിന്റെ ഈ പോസ്റ്റ്. ഒപ്പം എക്സിലെ യാദവിന്റെ മൺസൂൺ ഓഫർ പോസ്റ്റ് ബി.ജെ.പിയിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്ദേശമാണെന്ന് സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാവ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ബി.ജെ.പിയുടെ മോശം പ്രകടനം സംഘടനയുമായിട്ടുള്ള സംഘർഷം തീവ്രമാക്കുകയും യോഗിയും കേശവ് പ്രസാദ് മൗര്യയും തമ്മിലുള്ള തർക്കത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ ഇരു നേതാക്കളുടെയും അനുയായികൾ പരസ്പരം പഴിചാരുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.